ഇന്ന് നമുക്ക് ഗോതമ്പ് ഒരു സംഭവം ഉണ്ടാക്കിയാലോ? നിങ്ങൾക്ക് ഇഷ്ടാവും. നല്ല രസം ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു കപ്പ് ഗോതമ്പ് എടുത്തിട്ട് രാവിലെ തന്നെ വെള്ളത്തിലിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു 3 മണിയായി എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ ജാറിലിട്ട് അരച്ചെടുത്തു. കുറച്ചായിട്ടിട്ട് അരച്ചെടുത്തിട്ട് ഞാൻ അധികമാകുമ്പോൾ ഇനി ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് അപ്പം നന്നായിട്ട് നമുക്ക് അതിൻ്റെ ചാറ് കിട്ടി. എന്നിട്ട് ഞാനതൊരു ബൗൾ വെച്ചിട്ട് ചായലരിപ്പ് വെച്ചിട്ട് അത് അരച്ചത് അതിലേക്ക് ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ നീര് നന്നായിട്ട് ഊറ്റിയെടുക്കാൻ കിട്ടും. നമ്മളൊരു സ്പൂൺ കൊണ്ട് അത് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ചണ്ടിയായിട്ട് നമുക്കത് തിരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞ് അതിൻ്റെ എല്ലാ പാലും ഞാൻ അരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ചണ്ടി വന്നതിലേക്ക് ഒരു പ്രാവശ്യം കൂടി നമുക്കത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്നും കൂടി ഞാൻ നന്നായിട്ട് മിക്സാക്കി അരച്ചെടുത്തു. അത് നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ ചാറ് കിട്ടും. അപ്പോൾ നമുക്ക് വെള്ളം അതിൽ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുകയും ചെയ്യും. വീണ്ടും ഞാൻ അതിലേക്കാനത് വീണ്ടും അരിച്ച് ഇങ്ങനെ ഒരു പാത്രം നമുക്ക് കിട്ടിയിട്ടാണ്. പിന്നീട് ഞാൻ അത് കുറുക്കാൻ വയ്ക്കുന്ന പാത്രത്തിലേക്ക് അത് എല്ലാ പിഴിഞ്ഞെടുത്ത് അതും കൂടിയിട്ട് ഒഴിച്ചിട്ട് ഗ്യാസ് അടുപ്പ് കത്തിച്ചാൽ വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നീട് അതിലേക്ക് 1 കപ്പ് പാല് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര അതിൻ്റെ അളവിന് ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്കൊരു ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഗോതമ്പ് പൊടി കുറുക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നില്ല. ഇതെങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റ്. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോൾ അത് ഇളക്കി ചൂടായി വരുന്നതോട് കൂടി ഞാൻ കുറച്ച് പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായി. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു മണം കിട്ടും കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് ചെറു തീയിൽ വെച്ചിട്ട് നന്നായി കുറുക്കി എടുക്കണം കേട്ടോ. അത് നന്നായി കുറുക്കി വരുമ്പോൾ നമുക്കതൊരു നല്ലൊരു തരം പലഹാരമാക്കി എടുക്കാം. ചെറിയ കിണ്ണങ്ങളിലേക്ക് ഒഴിച്ച് കനം കുറച്ച് ഒഴിക്കണമെങ്കിൽ നന്നായി കിണ്ണത്തപ്പം പോലെ കിട്ടും. ഞങ്ങൾ കിണ്ണത്തപ്പം പോലെ എടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനത് ഒരു ബൗളിൽ ഒഴിച്ച് വെറുതെ ഇങ്ങനെ കോരി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ലെവലിൽ ഏകദേശം ഒന്നും കൂടി വേണമെങ്കിൽ കുറുക്കണമെങ്കിൽ കുറുക്കണ്ട. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് നെയ്യടക്കം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടാവും. സെറ്റായിട്ട് കിട്ടി. നമുക്ക് നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനത് കുറച്ച് നേരം കൂടി ഒന്ന് ചൂട്ടത്ത് വെച്ച് കുറുക്കിയെടുത്തതിന് ശേഷം ഒരു ബൗളെടുത്തിട്ട് ഞാൻ അതിൽ കുറച്ച് നെയ്യൊക്കെ ഞാൻ ഇതിൽ തടവി കൊടുത്ത് അതിലേക്ക് ഒഴിക്കാനായിട്ട് സെറ്റാക്കി വെച്ചു. എന്നിട്ട് ഞാൻ അടുപ്പിൽ നിന്ന് ചൂട്ടോടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. 2 കിണ്ണങ്ങളിലായിട്ട് നമ്മൾ ഒഴിക്കണമെങ്കിൽ കിണ്ണത്തപ്പം പോലെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് നല്ലൊരു അപ്പായിട്ട് ഇതുപോലെ കിട്ടും കണ്ട. ഉറച്ച് കിട്ടും. പക്ഷെ ഞാൻ കട്ടിയിൽ ഒഴിച്ച് തന്നെ നന്നായി ഉറച്ചിട്ടില്ല. എങ്കിലും നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സ്പൂണുകൊണ്ട് ഞാൻ എടുത്തിട്ട് ഞങ്ങൾ കുറേശ്ശായിട്ട് എല്ലാവരും അതിൽ നിന്ന് എടുത്ത് കഴിച്ചു. സൂപ്പർ അപ്പാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ. നമുക്ക് ഇഷ്ടം വരുന്നതാണ് ഞാൻ പറയണത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പായിട്ട് കിട്ടും. അല്ലെങ്കിൽ കുറുക്കായാലും നമുക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം തോന്നും. ഓക്കെ, ബൈ.